ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ നമ്മൾ ഡയോഡ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ so we would like to know how a device respond when it is connected in electrical circuit. ഇതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This information is obtained by means of a graph known as VI characteristics. So it is a graph between voltage applied across its terminal and the current that flow through it. അപ്പോൾ വളരെ ക്ലിയർ ആണ് എന്തിനാണ് നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഹൗ എ ഡിവൈസ് റെസ്പോണ്ട് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഒരു ഡയോഡിനെ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനാണ് നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത്. സോ വി ഐ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറണ്ട് വൈ ആക്സിസിലും നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ജനറലി നമ്മൾ ഒരു ഡയോഡിൻ്റെ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ക്യാര വരുന്നത്. ഈ ക്യാര നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ക്യാര വന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കിതിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഫോർവേഡ് ക്യാര? അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആദ്യം അപ്പോൾ ഇവിടെ രണ്ട് ക്യാര നിങ്ങൾക്ക് ഇതിൽ തന്നെ നോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർവേഡ് ക്യാരയും ഇതെന്താണ്, റിവേഴ്സ് ക്യാരയാണ്. ഇത് എങ്ങനെ കിട്ടി എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ ഫിഗർ. നിങ്ങൾ നോക്ക്, നമ്മളൊരു ഡയോഡ് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഡയോഡ് ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഇത് ഡയോഡിൻ്റെ പോസിറ്റീവും ഇത് ഡയോഡിൻ്റെ നെഗറ്റീവും ആണല്ലോ. അപ്പോൾ ഡയോഡിൽ നമുക്ക് ഒന്നറിയാം, ഫോർവേഡായിട്ടും കണക്ട് ചെയ്യാം, റിവേഴ്സായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡയോഡിൻ്റെ പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്ന സിമ്പൽ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു സിമ്പൽ യൂസ് ചെയ്യാം. ഇതുപോലത്തെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ബേസിക്കലി എ വേരിയബിൾ പവർ സപ്ലൈ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മളൊരു പവർ സപ്ലൈയും ഒരു വേരിയബിൾ റെസിസ്റ്ററും യൂസ് ചെയ്തുകൊണ്ട് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു വേരിയബിൾ പവർ സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. വേരിയബിൾ പവർ സപ്ലൈ അതായത് വളരെ ക്ലിയർ ആണ്, നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് വേരിയബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയാണ് സപ്പോസ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ വളരെ ക്ലിയർ അല്ലേ. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ ഡയോഡിന് അക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. വി എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്, വോൾട്ട് മീറ്റർ ആണ്. അതുപോലെ നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദി റേഞ്ച് ഓഫ് മില്ലി ആംബിയർ റേഞ്ചിൽ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു അമ്മീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ വരയ്ക്കുന്നത്. കറണ്ട് എന്നുള്ളത് അമ്മീറ്ററിലും വോൾട്ടേജ് എന്നുള്ളത് വോൾട്ട് മീറ്ററിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടിപ്പിക്കൽ കണക്ഷൻ ഓർത്ത് വയ്ക്കുക, ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ടിപ്പിക്കൽ ഡയോഡ് ഇങ്ങനെയായിരുന്നു അല്ലേ. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയോഡിൻ്റെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്, ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ്, ഇങ്ങനെയല്ലേ, ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഡയോഡ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻ ദി സർക്യൂട്ട് വി എ എ ഈസ് കണക്റ്റഡ് ടു ദി ഡയോഡ് ത്രൂ ദി പൊട്ടൻഷ്യോമീറ്റർ പി, ദ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈ ഇല്ലേ, വോൾട്ടേജ് സോഴ്സ്, ആ വോൾട്ടേജ് സോഴ്സിനെ വേരിയബിൾ സോഴ്സ് ആക്കാനാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു പവർ സപ്ലൈ, ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യോമീറ്റർ ഹെൽപ്പ് ഇൻ വേരിയിങ് ദി വോൾട്ടേജ് അപ്ലൈഡ് ടു ദി ഡയോഡ്. ദ മില്ലി അമ്മീറ്റർ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് മില്ലി ആംബിയർ റേഞ്ചിലായതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, മില്ലി അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. മെഷേഴ്സ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ദ വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദി വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്. അപ്പോൾ മില്ലി അമ്മീറ്റർ എന്നുള്ളത് കറണ്ട് മെഷർ ചെയ്യും, വോൾട്ട് മീറ്റർ എന്ത് മെഷർ ചെയ്യും, വോൾട്ടേജ് മെഷർ ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ വരയ്ക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോർവേഡ് ക്യാര വരിക നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്കിവിടെ കാണാം അല്ലേ,
യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഗർ ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വെൻ ദ സിലിക്കൺ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ നമ്മൾ രണ്ട് ഡയോഡ് യൂസ് ചെയ്യാം, സിലിക്കൺ യൂസ് ചെയ്യാം, അതുപോലെ ജർമേനിയം യൂസ് ചെയ്യാം. ഫ്രം ദി കർവ് വി ഫൈൻഡ് ദാറ്റ് ദ ഡയോഡ് കറണ്ട് ഈസ് വെരി സ്മോൾ ഇനീഷ്യലി. നമുക്ക് പറയാം the diode does not conduct well until the external voltage overcomes the barrier potential. As we approach 0.7 volt, larger number of free electrons and holes start crossing the junction. Above 0.7 volt, even a small increase in the voltage produces sharp increase in current. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നമുക്കൊരു ഡയോഡിൻ്റെ കേസ് അറിയാം അല്ലേ. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇത് പിയും ഇത് എന്നും ആണെങ്കിൽ ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ വരും. ഓക്കെ, ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ട മിനിമം വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണെങ്കിൽ 0.7ഉം ജർമേനി ആണെങ്കിൽ എത്രയാണ് 0.3 ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ വോൾട്ടേജ് ക്യാരയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഫോർവേഡ് ക്യാര ആയതുകൊണ്ട് 0 to 0.7 വോൾട്ട് വരെ, 0.7 വോൾട്ട് എത്തിയാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ട് ചെയ്യുള്ളൂ. 0 to 0.7 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്ന കറണ്ട് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. എപ്പോഴാണോ 0.7 ക്രോസ് ചെയ്തത് കറണ്ട് ഗ്രാജുവലി എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഫോർവേഡ് ക്യാര നിങ്ങൾ നോക്ക്, 0 to 0.7 വരെ കറണ്ട് 0, 0.7 എപ്പോൾ ക്രോസ് ചെയ്തോ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ എനിക്ക് ഈ ഒരു ഡയോഡിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, IF മാക്സ്. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സിലിക്കൺ ആണെങ്കിൽ 0.7 എടുക്കും, ജർമേനി ആണെങ്കിൽ എത്ര എടുക്കും, 0.3 എടുക്കും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, the diode does not conduct well until the external voltage overcomes the barrier potential. ബാരിയർ പൊട്ടൻഷ്യലും കുറവാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, എക്സാക്ട്ലി കറണ്ട് 0 എന്ന് കിട്ടും. As we approach 0.7 volt, larger number of free electrons and holes start crossing the junction. നിങ്ങൾ ഫോർവേഡ് ബയസ് പഠിച്ചപ്പോൾ അതിൻ്റെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. Above 0.7 volt, even a small increase in the voltage produces a sharp increase in current. അപ്പോൾ 0.7 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. The voltage at which the current start to increase rapidly is known as knee voltage of the diode. അപ്പോൾ വളരെ ക്ലിയർ ആണ്, എപ്പോൾ ഏത് വോൾട്ടേജ് തൊട്ടാണോ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു വോൾട്ടേജ് നമുക്ക് എന്തും പറയാം, നീ വോൾട്ടേജ് എന്ന് പറയാം. ബാരിയർ പൊട്ടൻഷ്യൽ തന്നെയാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ നീ വോൾട്ടേജ് എന്നുള്ളത് 0.7 വോൾട്ടും, നമ്മൾ യൂസ് ചെയ്യുന്ന ജർമേനിയൻ ഡയോഡ് ആണെങ്കിൽ നീ വോൾട്ടേജ് എന്നുള്ളത് എത്രയായിരിക്കും, 0.3 വോൾട്ടും ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഫോർവേഡ് ക്യാര, നമ്മൾ ആദ്യത്തെ ഫിഗറിൽ വരച്ചിരിക്കുന്ന ഫോർവേഡ് ക്യാര നിങ്ങളൊന്നിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ക്യാര വരച്ചിരുന്നു അല്ലേ. ഈ ക്യാര ഇതിലിപ്പോൾ ഈ ഫോർവേഡ് ക്യാര എങ്ങനെ കിട്ടിയെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ നമ്മളിപ്പോൾ ഫോർവേഡ് ക്യാരേൻ്റെ ടിപ്പിക്കൽ കണക്ഷൻ പറഞ്ഞു, അതുപോലെ ഫോർവേഡ് ക്യാരേൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ ആകെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫോർവേഡിന് പകരം ഡയോഡ് കണക്ട് ചെയ്യുന്ന റിവേഴ്സ് ആയിരിക്കും. റിവേഴ്സ് ക്യാരല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ വരുന്ന ചേഞ്ച് ശ്രദ്ധിക്കുക. ഡയോഡിൻ്റെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു, ഡയോഡിൻ്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതിനൊരു പൊട്ടൻഷ്യോമീറ്റർ വഴി നമ്മളൊരു പവർ സപ്ലൈ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ വിത്ത് പവർ സപ്ലൈക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ദിസ് ഇൻഡിക്കേറ്റ് ദർ ഇസ് എ വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്, ഒരു വേരിയബിൾ ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിനെ നെഗറ്റീവിലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി പറയാം ഡയോഡ് എന്നുള്ളത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ്. ഈ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മളൊരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്യും. ആ വോൾട്ട് മീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവുന്നത് ബേസിക്കലി മൈനോറിറ്റി കാരിയേഴ്സിനാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു കറണ്ട് മാത്രമേ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മില്ലി അമ്മീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്, മൈക്രോ അമ്മീറ്ററാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാനും മൈക്രോ അമ്മീറ്റർ മൈന്യൂട്ടായിട്ടുള്ള കറണ്ടിനെ മെഷർ ചെയ്യാനും, ഈ പിന്നെ ഡയോഡിൻ്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് ഫോർവേഡ് റിവേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇൻ ദി സർക്യൂട്ട് DC ബാറ്ററി VA ഈസ് കണക്റ്റഡ് ടു ദി ഡയോഡ് ത്രൂ പൊട്ടൻഷ്യോമീറ്റർ P. ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ദ പൊട്ടൻഷ്യോമീറ്റർ ഹെൽപ്പ് ഇൻ വേരിയിങ് ദി വോൾട്ടേജ് അപ്ലൈഡ് ടു ദി ഡയോഡ്. ദ മൈക്രോ അമ്മീറ്റർ മെഷേഴ്സ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ദ വോൾട്ട്മീറ്റർ മെഷേഴ്സ് ദി വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ
കോൺഫിഗറേഷൻ വരയ്ക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വേവ് ഫോം നോക്കാം. ഇങ്ങനെയാണ് എക്സാക്ട്ലി റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വേവ് ഫോം വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഒരു മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൽ, അതായത് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പി എൻ ജംഗ്ഷൻ ഡയോഡല്ല എടുക്കുന്നത്. പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ ബേസിക്കലി ഡയോഡിനെ നെഗറ്റീവ് പീനെ നെഗറ്റീവിലേക്കും എന്നിനെ നമ്മൾ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസ് ആണ്. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. യെസ്, ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഹോൾസും ഇലക്ട്രോൺസും ബേസിക്കലി ഈ ബാറ്ററി ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് മൂവ് ചെയ്യുക, കാരണം ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ വരുന്നത് കുറച്ച് എന്ത് വരും, മൈനോറിറ്റി കാരിയേഴ്സ് വരും. ഏതാണ് മൈനോറിറ്റി കാരിയേഴ്സ്? നമ്മളിപ്പോൾ പി ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും എൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസും ആണ്. പക്ഷേ ഇലക്ട്രോൺസും ഹോൾസും എക്സാക്ട്ലി ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും, അങ്ങനെ അത് റീകമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ചെറിയ കറണ്ട്. ഈ കറണ്ടിന് ഓൾറെഡി നമ്മൾ പറയാം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ നമ്മൾ നോക്ക്, നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്കൊരു മൈന്യൂട്ട് കറണ്ട് കിട്ടുന്നുണ്ട്, ഒരു മൈന്യൂട്ട് കറണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക് പോയിന്റ് വെൻ ഇറ്റ് റീച്ചസ് ദി വോൾട്ടേജ് VZ, the reverse current will gradually increase. കറണ്ട് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, പക്ഷെ റിവേഴ്സ് കറണ്ട് എന്ന് പറയുമ്പോൾ റിവേഴ്സ് കറണ്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ് എന്ന് പറയാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു മൈന്യൂട്ട് കറണ്ട് കിട്ടും. ഒരു സ്പെസിഫിക് പോയിന്റിൽ കറണ്ട് എന്നുള്ളത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വോൾട്ടേജ് ആണ്. ദിസ് ഇസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ രണ്ട് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്, സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചി ബ്രേക്ക് ഡൗണും. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാരണമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഇൻ ദി റിവേഴ്സ് ബയാസ് ദ ഡയോഡ് കറണ്ട് ഈസ് വെരി സ്മോൾ, ഓൺലി ഫ്യൂ മൈക്രോ ആംബിയർ ഫോർ ജെർമേനിയം ഡയോഡ് ആൻഡ് ഓൺലി ഫ്യൂ നാനോ ആംബിയർ ഫോർ സിലിക്കൺ ഡയോഡ്. അപ്പോൾ നമ്മൾ ജെർമേനിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈക്രോ ആംബിയർ റേഞ്ചിലും, സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിലും ആയിരിക്കും നമ്മുടെ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിമൈൻസ് സ്മോൾ ആൻഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഫോർ ഓൾ വോൾട്ടേജസ് ലെസ് ദാൻ ദി ബ്രേക്ക് ഡൗൺ. VZ-നേക്കാളും കുറവ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കുറവാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. അറ്റ് ബ്രേക്ക് ഡൗൺ the current increases rapidly for small increase in voltage. ഒരു ചെറിയ വോൾട്ടേജ് കൂടിയാൽ തന്നെ നമുക്ക് കറണ്ട് ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ സെനർ ഡയോഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. സെനർ ഡയോഡ് അതിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ സെനർ ഡയോഡൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്ന് ജസ്റ്റ് നോക്കാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിപ്പോൾ ഓൾറെഡി VA ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. VA ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ 0.7 വോൾട്ട് വരെ ഫോർവേഡ് ക്യാര 0 ആയിരിക്കും. 0.7 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ എനിക്ക് കിട്ടുന്ന കറണ്ട് നെഗ്ലിജിബിളി സ്മോൾ കറണ്ട്, ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ VA ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 മാർക്കിന് വയ്ക്കുന്ന ക്വസ്റ്റൻ ആണ് സ്ഥിരമായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു VA ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് ക്യാരിയും റിവേഴ്സ് ക്യാരിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. ഇനി നമുക്ക് ഡയോഡിൽ ഒരു ടോപ്പിക്കും കൂടി പെൻഡിങ് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ഐഡിയൽ ഡയോഡ്. അപ്പോൾ എന്താണ് ഐഡിയൽ ഡയോഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഐഡിയൽ ഡയോഡ് നിങ്ങൾ നോക്കാം. ഐഡിയൽ ഡയോഡ് എക്സാക്ട്ലി എ ഡയോഡ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇറ്റ് പെർമിറ്റ്സ് ഓൺലി ഇൻ യൂണിഡയറക്ഷണൽ കണ്ടക്ഷൻ. ഇറ്റ് കണ്ടക്ട് വെൽ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് പ്യുവർലി ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മൾ ഡയോഡ് വരയ്ക്കുന്നത് അല്ലേ. ഡയോഡ് എന്ന് പറയുന്നൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് പ്രോപ്പറായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അതുപോലെ റിവേഴ്സിൽ വരുന്ന കറണ്ടൊക്കെ മൈന്യൂട്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഐഡിയൽ ഡയോഡ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, നമുക്ക് നോക്കാം. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഐഡിയൽ ഇഫ് എ ഡയോഡ് ആക്ട് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ വെൻ റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഒന്നുമില്ല, ഒരു ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ അതിനെ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യും.
ഒരു ഡയോഡ് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അത് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യില്ല. ഇതാണ് ഒരു ഐഡിയൽ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി. സോ ഐഡിയൽ ഡയോഡ് ആക്ട് ലൈക്ക് എ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ആക്ട് ലൈക്ക് ആൻ ഇൻസുലേറ്റർ വെൻ റിവേഴ്സ് ബയാസ്ഡ്. ആൻഡ് ഐഡിയൽ ഡയോഡ് ആക്ട് ലൈക്ക് ആൻ ഓട്ടോമാറ്റിക് സ്വിച്ച്. അപ്പോൾ നമുക്ക് നോക്കാതെ എന്താണെന്ന്. അപ്പോൾ നമ്മളൊരു സ്വിച്ച് ആ ഫിഗറും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ ദ കറണ്ട് ട്രൈസ് ടു ഫോളോ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് വെൻ ദ കറണ്ട് ട്രൈസ് ടു ഫോളോ ഇൻ റിവേഴ്സ് ഡയറക്ഷൻ ദ സ്വിച്ച് ഈസ് ഓപ്പൺ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് ഒരു ഐഡിയൽ ഡയോഡായിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഈ ഐഡിയൽ ഡയോഡിലേക്ക് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ പ്രത്യേകത നിങ്ങൾ നോക്കുക. നമ്മളൊരു ഫോർവേഡ് ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആയി. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുക ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ഇത് മാറും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഫോർവേഡ് ബയസ് ആണെങ്കിൽ കറണ്ട് ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് കറണ്ട് ഒഴുകും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്. ഇപ്പോൾ നമ്മളിതൊരു സ്വിച്ചായിട്ട് ഡയോഡിനെ മാറ്റുകയാണെങ്കിൽ ആ സ്വിച്ച് എന്നുള്ളത് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു കണക്ഷൻ, ഒരു പാത്ത് അച്ചീവ് ചെയ്യും എന്തിൽ, ഫോർവേഡ് ബയാസിൽ. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, ഈ ഡയോഡിനെ നമ്മൾ അടുത്ത ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം, നമ്മളൊരു സ്വിച്ച് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ദർ വിൽ ബി ആൻ ഓപ്പൺ സ്വിച്ച്. ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഫോർവേഡ് ഡയറക്ഷനിൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും അല്ലേ, റിവേഴ്സ് ഡയറക്ഷനിൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ, ഫോർവേഡ് ഡയറക്ഷനിൽ സ്വിച്ച് ക്ലോസ് ആയിട്ട് ആക്ട് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിൽ സ്വിച്ച് എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നിങ്ങളിതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്ക്. ജനറലി നമുക്ക് വരയ്ക്കുന്ന വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ ആയിരുന്നില്ലേ, ഇതായിരുന്നു ജനറലി ഐഡിയലി നമ്മൾ വരയ്ക്കുന്ന ഡയോഡിൻ്റെ വി ഐ ക്യാർ അല്ലേ. ഇതുപോലെ ആയിരുന്നില്ല നമ്മൾ ഐഡിയലി വരയ്ക്കുക. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു, അല്ലെങ്കിൽ ഐഡിയലി നമ്മളിപ്പോൾ പ്രാക്ടിക്കലി ആണ് വരച്ചത്. ഐഡിയലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ 0.7 വോൾട്ടിൽ ഫോർവേഡ് ഡയറക്ഷനിൽ എക്സാക്ട്ലി വോൾട്ടേജ് കൂടിയാലും കൂടിയില്ലെങ്കിലും ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ട്, ഹയർ കറണ്ട് നമുക്ക് കിട്ടും. റിവേഴ്സ് ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വി ഐ ക്യാര വരയ്ക്കുന്നത് ഐഡിയൽ ഡയോഡിൻ്റെ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ട് അല്ലെങ്കിൽ സ്വിച്ച് ക്ലോസ് ആണെങ്കിലും, അതുപോലെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ സ്വിച്ച് ഓപ്പണും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയോഡിനെ ബേസിക്കലി എന്ത് പറയാം, ഐഡിയൽ ഡയോഡ് എന്ന് പറയാം. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ എന്ത് ഡിവൈസ് പറയുകയാണെങ്കിലും ഐഡിയൽ കണ്ടീഷനാണ് പറയുക. ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷേ നമുക്ക് ഐഡിയൽ കണ്ടീഷൻ അല്ല നമുക്ക് പ്രാക്ടിക്കലി കിട്ടുക. പ്രാക്ടിക്കൽ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വി എ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു. ഐഡിയലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയോഡിൻ്റെ ഒരു സെഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഡയോഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. സെമി കണ്ടക്ടർ ഫിസിക്സ് തൊട്ട് നമ്മൾ ഡയോഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതോടെ നമുക്ക് ഡയോഡ് കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസിസ്റ്ററാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.